calling attention. Shri Kadagambally Surendran, please. നമ്മുടെ സംസ്ഥാനത്തെ 20 ലക്ഷത്തോളം വരുന്ന വഴിയോര കച്ചവടക്കാരുടെ ഗൗരവമുള്ള പ്രശ്നമാണ് സർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ചില്ലറ വ്യാപാര രംഗത്തിൻ്റെ ആദ്യകാല രൂപമാണ് വഴിയോര കച്ചവടം. ചന്തകളിലും വഴിയരികളിലും ഉത്സവ പറമ്പുകളിലും തിരക്കേറിയ പ്രദേശങ്ങളിലെല്ലാം ഇവരുടെ കച്ചവടം ഉണ്ടായിരുന്നു. ചെറിയ മുതൽ മുടക്കിൽ കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. നവ ഉദാരവൽക്കരണ നയങ്ങൾക്ക് ശേഷം ചില്ലറ വ്യാപാര രംഗം വലിയ മുതൽ മുടക്കാൻ കഴിയുന്ന കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാവുകയാണ്. വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായ റിലയൻസ്, വാൾമാർട്ട്, അദാനി, വിൽമർ ഗ്രൂപ്പ് തുടങ്ങിയവർ സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ചെറിയ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ പോലും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില്ലറ വ്യാപാര രംഗത്തേക്ക് വിദേശ സ്വദേശ മൂലധന ശക്തികൾക്ക് യഥേഷ്ടം അനുവാദം നൽകിയത് കോൺഗ്രസും BJPയുമാണ് സർ. ചില്ലറ വ്യാപാര രംഗത്ത് ഓൺലൈൻ വ്യാപാരം വ്യാപകമായിരിക്കുകയാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, റിലയൻസിൻ്റെ അജിയോ, മിന്ത്ര തുടങ്ങി സ്വദേശിയും വിദേശിയുമായ കമ്പനികളുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു. ഇത്തരം വൻകിട സ്ഥാപനങ്ങളിലൊക്കെ തന്നെ തൊഴിലാളികളുടെ എണ്ണം പരിമിതമാണ്. നാട്ടിലെ വഴിയോര കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും അവരുടെ ഉപജീവന മാർഗമായി കരുതിയിരുന്ന തൊഴിൽ മേഖലയിൽ നിന്ന് അവർ ദിനംപ്രതി പുറത്താകുന്ന സ്ഥിതിയാണുള്ളത്. സർ, അവർ സ്വയം സംരംഭകരായ തൊഴിലാളികൾ കൂടിയാണ്. ഇവർ ഓരോരുത്തരും ഓരോ കുടുംബത്തിൻ്റെ ആശയം കൂടിയാണെന്ന വസ്തുത ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും കാർഷിക മേഖലയുടെ തകർച്ച മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവരും പ്രവാസികളും ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ വഴിയോര കച്ചവടത്തെയാണ് ആശ്രയിക്കുന്നത്. ചെറിയ മുതൽ മുടക്ക് നടത്തി ഉപജീവനം നടത്തുന്ന ഇവർ ഭൂരിഭാഗവും സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. ഇവരുടെ തൊഴിലെടുക്കാനുള്ള അവകാശം പലവിധത്തിൽ നിഷേധിക്കപ്പെടുന്നത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധികൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2014 വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയന്ത്രണ നിയമം പാർലമെന്റ് പാസാക്കിയത്. സാർ, ഇതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് 2018 ചട്ടവും 2019 സ്കീമും തയ്യാറാക്കിയത്. സാർ, എന്നാൽ ഈ രംഗത്ത് യഥാർത്ഥ കച്ചവടക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. നിയമവിരുദ്ധമായ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കപ്പെടുന്നുണ്ട്. ബിനാമി കച്ചവടം പോലെ ഈ രംഗത്തെ തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ നിയമം കർശനമായി നടപ്പാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തുന്നില്ല. നിയമത്തിൽ പറയുന്ന പ്രകാരമുള്ള സർവേ നടപടികൾ പൂർത്തീകരിക്കുന്നതിനോ ബൈല തയ്യാറാക്കി അംഗീകാരം വാങ്ങുന്നതിനോ ഉള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. സംസ്ഥാനത്ത് 1-2 നഗരസഭകളാണ് ഇതുവരെ ബൈല അംഗീകാരം വാങ്ങിയിട്ടുള്ളത്. കച്ചവട മേഖലകൾ തിരിച്ചറിയൽ കാർഡും ലൈസൻസ് നൽകണമെന്നുള്ള വ്യവസ്ഥയും പാലിക്കപ്പെടുന്നില്ല. ഇതെല്ലാം അർഹതയുള്ള പാവപ്പെട്ട വഴിയോര കച്ചവടക്കാർക്ക് തൊഴിലെടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്നുള്ള സാഹചര്യം സംജാതമാക്കുന്നു. സർ, വഴിയോര കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് തൊഴിലാളികളിൽ നിന്ന് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, നഗരജീവിതത്തിന്റെ വിവിധ വിഭാഗത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ അടങ്ങുന്ന നഗര കച്ചവട കമ്മിറ്റി 3 മാസത്തിലൊരിക്കൽ കൂടണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും മിക്ക നഗരസഭകളിൽ ഇത് നടപ്പാക്കുന്നില്ല. വഴിയോര കച്ചവടക്കാരുടെ തർക്കങ്ങളും പരാതികളും പരിഹരിക്കുന്നതിന് വേണ്ടി നിയമത്തിൽ പറയുന്ന രീതിയിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ഉണ്ടെങ്കിലും ആ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നഗരസഭ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്ന സ്ഥിതി നിലനിൽക്കുകയാണ്. സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ട് നിൽക്കുന്ന ഈ മനുഷ്യരുടെ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. കേന്ദ്ര വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയന്ത്രണ നിയമം നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ബാധകമാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് നിയമപരിരക്ഷ ലഭിക്കുന്നില്ല. ഇതിനർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണ്. നഗരത്തിൽ കച്ചവടം ചെയ്യുന്നവർക്ക് നിയമപരിരക്ഷ ലഭിക്കുകയും ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് നിയമപരിരക്ഷ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് തുല്യനീതി എന്ന ഭരണഘടനാ തത്വത്തിന് വിരുദ്ധമാണ്. കേരളത്തിൽ വിശേഷിച്ചും നഗര ഗ്രാമ വ്യത്യാസമില്ലെന്നിരിക്കെ ഈ നിയമത്തിന്റെ പരിരക്ഷ ഗ്രാമപഞ്ചായത്തിലുള്ള തൊഴിലാളികൾ കൂടി ലഭ്യമാക്കാൻ സർക്കാർ ചില നടപടികൾ നേരത്തെ സ്വീകരിച്ചിരുന്നു സർ. നഗര സ്വഭാവമുള്ള പഞ്ചായത്തുകളിലെ സർവേ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് യാതൊരു നടപടികളും ഉണ്ടായില്ല. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, 2014 കേന്ദ്ര സർക്കാരിൻ്റെ സ്ട്രീറ്റ് വെൻഡേഴ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈവ്ലിഹുഡ് ആൻഡ് റെഗുലേഷൻ ഓഫ് സ്ട്രീറ്റ് വെൻഡിംഗ് ആക്ടിൻ്റെ പ്രകാരമുള്ള സർക്കാർ ഉത്തരവ് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സാർ, കേരള സ്ട്രീറ്റ് വെൻഡേഴ്സ് പദ്ധതിയുടെ നോഡൽ ഏജൻസിയായി കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രവർത്തിച്ചു വരുന്നു. വഴിയോര കച്ചവടക്കാരുടെ സംരക്ഷണവും അവരുടെ മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സംസ്ഥാനത്തെ നഗരസഭകൾ മുഖേനയാണ് നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായ PM സ്വാനിധി കുടുംബശ്രീയുടെ നോഡൽ ഏജൻസി സംവിധാനത്തിലൂടെ നഗരസഭകളിൽ നടപ്പാക്കി വരുന്നുണ്ട്. തെരുവ് കച്ചവടക്കാരെ തിരിച്ചറിയുന്നതിനായി സർവേകൾ നടത്തുകയും അർഹരായവരെ കണ്ടെത്തി നഗരസഭാ തലത്തിൽ അംഗീകരിച്ച് വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനായി നഗരസഭാ തലത്തിൽ ടൗൺ വെൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ച് വഴിയോര കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുകയും ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വിവിധ നഗരസഭകളിൽ വഴിയോര കച്ചവട മേഖലകൾ വിപുലീകരിക്കുന്നതിനും
നഗരജീവിതം തടസ്സപ്പെടാതെ ചിട്ടയായ രീതിയിൽ വഴിയോര കച്ചവടം നടത്തുന്നതിനുമായി പ്രത്യേക മേഖലകൾ കണ്ടെത്തി വേർതിരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വഴിയോര കച്ചവടം കാര്യക്ഷമവും സുഗമവുമായി ക്രമീകരിക്കുന്നതിനായി വിവിധ നഗരസഭകൾ അനുയോജ്യമായ ബൈലോകൾ രൂപീകരിച്ചു വരുന്നുണ്ട്. വഴിയോര കച്ചവടക്കാരെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിനായി സബ്സിഡിയോടുകൂടിയ വായ്പാ പദ്ധതിയായ PM സ്വാനിധി എല്ലാ നഗരസഭകളിലും നടപ്പാക്കി വരുന്നുണ്ട്. പദ്ധതിയെ സെൻസസ് ടൗണുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. ഈ പദ്ധതിയിലൂടെ 3 ഘട്ടങ്ങളിലായി 15,000 രൂപ, 25,000 രൂപ, 50,000 രൂപ എന്നിങ്ങനെ ആകെ 90,000 രൂപ വരെ വായ്പ ലഭ്യമാകുന്നു. രണ്ടാം ഘട്ടമായ 25,000 രൂപയുടെ വായ്പ വിജയകരമായി തിരിച്ചടയ്ക്കുന്ന ഗുണഭോക്താക്കൾക്ക് 30,000 രൂപ വരെ പരിധിയുള്ള റൂപേ കാർഡ്, ക്രെഡിറ്റ് കാർഡും പദ്ധതിയുടെ ഭാഗമായിട്ട് അനുവദിക്കുന്നു. കൂടാതെ PM സ്വാനിധി ഗുണഭോക്താക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സാമൂഹ്യ സാമ്പത്തിക പ്രൊഫൈലിംഗ് നടത്തി അർഹരായവരെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. മേൽപ്പറഞ്ഞ വിജ്ഞാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തെരുവ് കച്ചവടവുമായി ബന്ധപ്പെട്ട നടപടികൾ നിലവിൽ സംസ്ഥാനത്തെ നഗരസഭകളിൽ സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രസ്തുത വിജ്ഞാപനങ്ങൾ, ചട്ടങ്ങൾ നിലവിൽ ബാധകമല്ല. വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. സർ, നഗരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് നിയമപരിരക്ഷ ലഭിക്കുകയും ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് ആ പരിരക്ഷ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട് സർ. അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്നവർക്കും അവിടെ ഈ കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവടക്കാർക്കും നിയമപരിരക്ഷ ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ? സർ, യെസ് മിനിസ്റ്റർ. കേന്ദ്ര സർക്കാരിൻ്റെ സ്ട്രീറ്റ് വെൻഡേഴ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈവ്ലിഹുഡ് ആൻഡ് റെഗുലേഷൻ ഓഫ് സ്ട്രീറ്റ് വെൻഡിംഗ് ആക്ട് പ്രകാരം ഇക്കാര്യത്തിൽ സാധ്യമായിട്ടുള്ള നടപടികൾ എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കുന്നതാണ്.